പറഞ്ഞത് വേറെ ഒന്നിനും വേണ്ടിട്ടല്ല. ഇപ്പൊ അടുത്തായിട്ട് ഞാൻ അഭിനയിക്കുന്ന മലയാള സിനിമയിൽ സാറിനെ കൊണ്ടൊരു സംഗീതം ജയിച്ചാൽ കൊള്ളാമെന്നുണ്ട്. പക്ഷെ ഒരു പ്രത്യേകത വേണം. ഇതുവരെ ആരും കേട്ടിട്ടില്ലാത്ത ഒരു പാട്ട് വേണം. ഇതുവരെ ആരും കേൾക്കാത്ത ഒരു പാട്ട്. ഞാൻ കഴിഞ്ഞ ആഴ്ച കമ്പോസ് ചെയ്തൊരു ഗാനമുണ്ട്. ആരും കേൾക്കാത്തതായിരിക്കും. ആരും കേട്ടിട്ടില്ല. അന്ന് കേട്ടോ നോക്കി അങ്ങനെ ഉണ്ടെന്ന് കേക്ക്. ഡയറക്ടർ കയറി ക്യാമറമാൻ കുറച്ച് വണ്ണമുള്ള ഒരാളാണ്. കാലെടുത്ത് വെച്ച് ക്യാമറ എങ്ങനെ മേടിച്ചതും പിന്നെ ആർക്കും ഒന്നും ഓർമ്മില്ല. എല്ലാരും വെള്ളത്തിനടിയിലായിരുന്നു. സിനിമയുടെ പേരാണ് ടൈറ്റാനിക്. എന്താണ് ഇങ്ങനെ അടിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അടിച്ചാൽ മതി. സാധാരണ നമ്മളെ വെള്ളം അടിക്കാനായിട്ട് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും വേണ്ട. പക്ഷെ നിങ്ങളുടെ ഈ അടി എന്തോ പ്രശ്നം കാര്യമായിട്ട് നിങ്ങളുടെ മനസ്സിൽ തട്ടിയിട്ടുണ്ട്. അല്ലേ ഈ അടി അടിക്കുകയില്ല. ഇനി കാര്യം പറഞ്ഞിട്ട് അടി തുടങ്ങിയാൽ മതി. എന്താ വിഷയം? ഞാൻ ആരാടാ? ആഹാ, സാധനം കൊള്ളാലോ, പേര് വരെ മറന്നുപോയി. നിനക്കൊക്കെ അറിയാവോ അവളുണ്ടല്ലോ ആറ്റുനോറ്റ് അവളെ അച്ഛന്റെ അമ്മയുടെ മറ്റേ പരിപാടിക്കുണ്ടല്ലോ. ഏത് പരിപാടി? എന്തുവായിരുന്നു? മറ്റേ കല്യാണം കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് നൈറ്റ് പ്രസവം. അല്ലടാ, ഈ ഭാര്യയും ഭർത്താവോട് ഒരുമിച്ച് ആഘോഷിക്കുന്നത് ഡിവോഴ്സ് ആണ്. ഈ ഭാര്യയും ഭർത്താവോട് ഒരുമിച്ച് ആഘോഷിക്കുന്നത് ഡിവോഴ്സ് ആണ്. ചേട്ടാ പറയുന്ന കേക്ക്. രണ്ട് പല്ല് മുന്നിലോട്ട് തള്ളിയിരിക്കുന്നത് നിങ്ങളിങ്ങനെ കളിയാക്കി ചിരിക്കരുത്. നിങ്ങൾ കളിയാക്കി ചിരിച്ചു കഴിഞ്ഞാൽ നാളെ ഇതേ അവസ്ഥ നമുക്കും വരും. ഉറപ്പാണ്. എനിക്ക് നാളെ മുകേഷ് അംബാനിയെ കളിയാക്കാം. അങ്ങനെ ആവട്ടെ. ഞാൻ ഇതിന്റെ ഫസ്റ്റ് ലൈൻ എന്തോ അടി എന്റെ നാവിന്റെ തുമ്പത്തുണ്ട്. ഹലോ, ഇതാരാ? കുണുക്കു പെൺമണിയെ നുണുക്കു വിദ്യകളാൽ മാടപ്രാപിട പോലെ കുരുക്കിലാക്കണം. മേക്ക് ഓവർ കൊണ്ടുവന്നതാണ്. ഓവറായി പോയി. അല്ലെ, മേക്ക് ഓവർ കൊണ്ടുവന്ന് എങ്ങനെ കവറിലാണ് കൊണ്ടുവന്ന? സഞ്ചിയിലാ കൊണ്ടുവന്നത്. അല്ല, ഇയാൾക്ക് എപ്പോഴും മിക്കുള്ളതായിട്ട് തോന്നില്ലല്ലോ. സംസാരിക്കുമ്പോഴേ ഉള്ളൂ. ചേട്ടാ, പിന്നെ ഉണ്ടല്ലോ, എന്റെ അമ്മ പറഞ്ഞായിരുന്നേ, നമുക്ക് ആദ്യം ഉണ്ടാവുന്ന കുഞ്ഞുണ്ടല്ലോ പെൺകുട്ടി ആയിരിക്കണമെന്ന്. നടക്കും തോന്നില്ല. പക്ഷെ ഉണ്ടല്ലോ, എനിക്ക് ആദ്യം ഉണ്ടാവുന്ന കുഞ്ഞ് ആൺകുട്ടിയാണത് ഇഷ്ടം. ചേട്ടൻ എന്താ ഇഷ്ടം? ആണായാലും പെണ്ണായാലും അത് എന്റേതാവണമെന്നാണ് എന്റെ ആഗ്രഹം. ഇങ്ങനത്തെ സിറ്റുവേഷനിലാണ് നമ്മൾ സ്മാർട്ട് ആവണ്ടേ. അപ്പോഴേ ഈ വിരഹകാമുകനെ ഫ്രണ്ട്സ് വല്ലോ ബീച്ചിലും കൊണ്ടുപോയി ആശ്വസിപ്പിക്ക്. ഇത് എന്റെ ക്ലാസ്സാ. മിസ്, ഞങ്ങൾ ഇന്നലെ വന്നേ ഉള്ളൂ. അടുത്തുള്ള ബീച്ച് എവിടെയാന്ന് പറഞ്ഞുതരാവോ? ഒറ്റ ദിവസം കൊണ്ട് 15,500 രൂപ. ക്യാൻറ്റീനാ കൂടുതൽ. ഇതിപ്പോ കപ്പും പോയി വീടും പോയി തള്ളയും പോകുന്നാ തോന്നുന്നു. എടാ, ആധാരം തിരിച്ചു കൊടുക്കാതെ ഐസിന്ന് ഇറങ്ങാല്ലെന്നാ തള്ള പറയുന്നത്. നല്ല തണുപ്പാന്ന്. ആഹാ, അങ്ങനെയാണ് നമുക്കൊരു കാര്യം ചെയ്യാം. ഐസിന്റെ തൊട്ടിപ്പുറത്തുള്ള മോർച്ചറി നമുക്ക് അവച്ചിനെ അവിടെ കിടത്താം. അവിടെ മുതൽ തണുപ്പുകൊണ്ട് കാശ് കുറവ്. ഐസിന്റെ തൊട്ടിപ്പുറത്തുള്ള മോർച്ചറി നമുക്ക് അവച്ചിനെ അവിടെ കിടത്താം. അവിടെ മുതൽ തണുപ്പുകൊണ്ട് കാശ് കുറവ്. ഞാൻ അറിഞ്ഞത് ഡയാന നന്നായിട്ട് മോണാക്ട് ചെയ്യുമെന്നാണ് ഞാൻ അറിഞ്ഞത്. അപ്പൊ അത് സത്യമാണോ ശരിയാണെന്ന് ഇപ്പൊ എനിക്ക് മാത്രമല്ല എല്ലാവർക്കും അറിയാം. എങ്ങനെയാണ്, സത്യമാണോ അത്? ഞാൻ ഇത് മഹാഭാരതം വായിച്ചപ്പോ ഞാൻ അറിഞ്ഞായിരുന്നു നീ നന്നായിട്ട് മോണാക്ട് ചെയ്യും.